കാങ് സിയോങ്-ജെ സൈന്യത്തിൽ ചേരുന്നത് തന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം കാണാനായിരുന്നു. പക്ഷെ അവൻ നേരിടാൻ പോകുന്നത് പൂർണ്ണമായും വേറിട്ടൊരു കലാപമാണെന്ന് അവൻ കരുതിയില്ല. ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 1 തുടങ്ങുന്നത് മാസ്റ്റർ സർജന്റ് പാർക്ക് ജെ-യങ് സിയോങ്-ജെയെ കാങ് ലിങ് പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതോടെയാണ്. ഒരു ഭീകര പ്രശ്നത്തിലാണ് ആ ക്യാമ്പ് ഇപ്പോൾ പ്രസിദ്ധം. എന്താണെന്നല്ലേ? അവിടുത്തെ ഭക്ഷണം തന്നെ. യാത്രക്കിടെ സിയോങ്-ജെ തന്റെ പഴയ ജീവിതം ഓർക്കുന്നു. 2 ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ അവൻ അച്ഛന്റെ മരണത്തിന് ശേഷം പുതിയൊരു തുടക്കത്തിനായി സൈന്യത്തിൽ ചേർന്നു. അത്രയും കഷ്ടപ്പെട്ടതിന്റെ ഫലമായി ട്രെയിനിങ്ങിൽ ബെസ്റ്റ് റിക്രൂട്ടറായി മാറുകയും ചെയ്തു. പക്ഷേ ക്യാമ്പിലെത്തിയ ഉടനെ കാര്യങ്ങൾ വിചിത്രമാകുന്നു. സൈക്കോളജിക്കൽ ടെസ്റ്റിനിടെ സിയോങ്-ജെ അപ്രതീക്ഷിതമായി ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. പിന്നീട് ഓഫീസർമാർ കണ്ടെത്തുന്നത് അവൻ എസ് ക്ലാസ് സൈനികനാണെന്നാണ്. പക്ഷേ അത് എലൈറ്റ് ക്ലാസ് അല്ല, സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമായ ഹൈ റിസ്ക് സോൾജിയർ എന്നർത്ഥം. അവന്റെ നെഞ്ചിൽ പതിപ്പിച്ചിരിക്കുന്ന സ്മൈലി ബാഡ്ജ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് പോലെയാണ്. എന്താണെന്നല്ലേ? അവൻ പ്രശ്നക്കാരനാണെന്ന് തന്നെ. അതിനു പിന്നാലെ അവൻ കാണുന്നത് സൈന്യത്തിലെ കുപ്രസിദ്ധ കുക്കായ സർജന്റ് യൂൺ ഡോങ് ഹ്യൂങ്ങിനെയാണ്. അവന്റെ കുക്കിങ്ങിനെ സൈനികർ ഭയപ്പെടുന്നു. സ്മാഷ്ഡ് പൊട്ടാറ്റോസ് ഒരു സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ സിയോങ്-ജെയുടെ തല ചുറ്റുന്നുണ്ട്. സീവീഡ് സൂപ്പ് അത്രയും മോശമായതുകൊണ്ട് സൈനികർ യുദ്ധഭൂമിയിൽ ജീവൻ രക്ഷിക്കാൻ പോരാടുന്നത് പോലെ ഇമാജിൻ വരെ ചെയ്യുകയാണ്. പക്ഷേ അതിലും വിചിത്രമായ സംഭവം ഉടനെ നടക്കുന്നു. സിയോങ്-ജെയുടെ മുന്നിൽ ഗെയിം സിസ്റ്റം പോലുള്ള പോപ്പ്-അപ്പ് വിൻഡോസ് പ്രത്യക്ഷപ്പെടുന്നു. ട്രയൽസ്, ലെവലപ്പ്, കുക്കിംഗ് സ്കിൽസ് എല്ലാം RPG ഗെയിം പോലെ. കിച്ചൺ അസിസ്റ്റന്റായി നിയമിക്കപ്പെട്ട ശേഷം ഷെഫ് ഐ എന്ന സ്കിൽ ഉപയോഗിച്ച് അവൻ റെസ്റ്റ് റൂം അത്ഭുതകരമായി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സർപ്രൈസ് ഇൻസ്പെക്ഷനെത്തിയ ഓഫീസർമാർ പോലും ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. സിസ്റ്റം അവന് എക്സ്പീരിയൻസ് പോയിന്റും പുതിയ എബിലിറ്റീസും നൽകി ഒരു സാധാരണ റിക്രൂട്ടറിൽ നിന്ന് മറ്റൊരാളായി മാറ്റി തുടങ്ങുന്നു. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഡോങ് ഹ്യൂൻ അവനൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓഫീസേഴ്സ് അവനെ മെന്റലി അൺസ്റ്റേബിൾ എന്നാണ് കരുതുന്നത്. അതിനിടെ ക്യാമ്പിലെ മുഴുവൻ സൈനികരും മോശമായ ഭക്ഷണം കാരണം പ്രതിഷേധത്തിലാണ്. അപ്പോഴാണ് അതിലും വലിയ പ്രതിസന്ധി എത്തുന്നത്. ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായി നശിപ്പിച്ച ശേഷം ഡോങ് ഹ്യൂൻ കിച്ചൺ വിട്ടു പോകുന്നു. അതേസമയം ഹൈ റാങ്കിംഗ് കമാൻഡേഴ്സ് ഇൻസ്പെക്ഷനായി എത്താനിരിക്കുകയാണ്. കുക്ക് ചെയ്യാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ മിസ്റ്റീരിയസ് സിസ്റ്റം നൽകിയ റെസിപ്പി ഉപയോഗിച്ച് സിയോങ്-ജെ സ്പെഷ്യൽ ബീഫ് സീവീഡ് സൂപ്പ് തയ്യാറാക്കാൻ തീരുമാനിക്കുകയാണ്. അതും ബീഫ് ഇല്ലാതെ തന്നെ. തൻ്റെ പുതിയ കുക്കിംഗ് സ്കിൽ ചേർത്ത് അവനൊരു അത്ഭുത ഡിഷ് ഉണ്ടാക്കുന്നു. ആ സൂപ്പ് കഴിച്ച് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. പക്ഷേ എല്ലാം വിജയിച്ചതായി തോന്നുന്ന നിമിഷം ബറ്റാലിയൻ കമാൻഡർ സൂപ്പ് കഴിച്ച ഉടൻ തന്നെ തളർന്നു വീഴുന്നു. ഡോങ് ഹ്യൂങ്ങിന്റെ പെർഫോമൻസ് കണ്ടാൽ എൻ്റെ ഫുഡ് കഴിച്ചതിന് ശേഷം ആളുകൾക്ക് വയറിന് അസുഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇതുപോലെ ബോധമൊന്നും കെട്ടു വീണിട്ടില്ല എന്ന മട്ടാണ്. അങ്ങനെ ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 1 ഇവിടെ അവസാനിക്കുന്നു. ആ സൂപ്പ് യഥാർത്ഥത്തിൽ രുചികരമായിരുന്നു. ഈ മിസ്റ്റീരിയസ് ഷെഫ് സിസ്റ്റം സിയോങ്-ജെയെ എന്താക്കി മാറ്റാനാണ് പോകുന്നത്? കാരണം ഈ മിലിറ്ററി കിച്ചൺ ഇനി ഒരു യുദ്ധഭൂമിയായി മാറാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.